ഹലോ, എൻ്റെ പേര് ദീപ്തി. ഇന്ന് എനിക്കൊരു ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ കുറേ നാളായി അതിലേക്ക് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കോൺഫിഡൻസ് ഇല്ല, മടിയായിരിക്കും ചില സമയത്ത്. പിന്നെ വോയിസ് ഓവർ ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വോയിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ വീഡിയോ അതേപോലെ അങ്ങ് ഇരിക്കും, ഞാൻ പോസ്റ്റും ചെയ്യത്തില്ല. ഇന്നെന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്നങ്ങ് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ലാസ്റ്റ് ഇയർ പേസ്ട്രി സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തെ പിന്നെയും ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു ഓർഡർ എടുക്കുന്നത്. ഒരു ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ടൊരു കേക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ടാവും, ശരിക്ക് വരത്തില്ല എന്നുള്ളത്. കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടിയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സമാധാനമായി. ഈ കേക്ക് ബേസിക്കലി ഇതിൻ്റെ സ്പഞ്ച് വരുന്നത് ചോക്ലേറ്റും, മേളിൽ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്, നോൺ ഡെയറി വിപ്പിംഗ് ക്രീം. അത് വെച്ചിട്ടാണ് ഇത് ഫുൾ കേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒരു 700 ഗ്രാംസിൻ്റെ കേക്കാണ്. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേൻ്റെ അതിന് മുന്നേ തന്നെ ഞാൻ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു പേജുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ദ ലിറ്റിൽ ബിഗ് ബേക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ചെന്നൈയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നത്, ഹോം ബേക്കറാണ് ഞാൻ. അപ്പം ഇതിനു മുന്നേയും ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്ന, ഒരു ബനാന കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക, എന്നിട്ട് അത് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനിയും ഇതുപോലെ കുറേ റെസിപ്പി വീഡിയോസ് ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണേലും എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വോയിസ് കേട്ടിട്ട് ഞാൻ പിന്നെയും ഡിലീറ്റ് ചെയ്യുമോ എനിക്കറിയില്ല. എന്തുവാണേലും നമുക്ക് നോക്കാം. എനിക്കെന്തായാലും സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ബേക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ലെവോണിലാണ് ഞാൻ പോയി പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലെവോണിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കൊമൻസിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അതിൻ്റെ ഫീസ് സ്ട്രക്ചറും പിന്നെ ഞാൻ ചേർന്ന കോഴ്സിൻ്റെ സിലബസ് എന്തായിരുന്നു, ഒരു ഫുൾ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനെ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തു. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അറൗണ്ട് 1 hour ഞാൻ ഒന്ന് തണുപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അതിനെ അടയ്ക്കാതെ ക്ലിംഗ് റാപ്പ് ചെയ്യാതെയാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചെടുത്തപ്പം അതിൻ്റെ മേളിലൊരു സ്കിൻ ഫോമായി. ശരിക്കും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മേളിലത്തെ സ്കിൻ മാത്രം ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതങ്ങ് എടുത്തും കളഞ്ഞിട്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെ മൊത്തത്തിൽ അങ്ങ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഈ സ്കിന്നെല്ലാം കൂടെ ആ ഫുൾ ക്രീമിലങ്ങ് മിക്സായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണേലും ഞാൻ അത് വെച്ച് തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിനിഷിംഗ് ഒട്ടും ഇല്ലാത്തത് ആ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെന്താ, ഈ ഒരു ഹാർട്ട് ഷേപ്പ് കേക്കിന് ശരിക്കും ഞാൻ ഇങ്ങനൊരു വിൻറ്റേജ് ലുക്കാണ് കൊടുക്കുന്നത്. ഈ വിൻറ്റേജ് ലുക്കൊക്കെ വന്നിട്ട് കുറേ കാലമായി, ട്രെൻഡൊക്കെ നേരത്തെയാണ് തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഡിസൈൻ ഞാൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബീറ്റ്സ് വെച്ചിട്ട് ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി അതിൻ്റെ മുകളിൽ ഞാനൊരു ഫോണ്ടൻ വർക്ക്, ഒരു മെസ്സേജ്, വാലൻറ്റൈൻസ് ഡേ മെസ്സേജ് ഞാൻ അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഈ ഒരു കേക്ക് ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ കാണുക. ബനാന കേക്കിൻ്റെ റെസിപ്പി അതിനകത്തുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ലെറ്റ് മീ നോ ഹൗ വാസ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും നേരം സഹിച്ചതിന്. ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. ബൈ.